ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആയിട്ടുള്ള ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ QD എന്ന് പറയുന്ന മെഷറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അതായത് നമ്മൾ റേഞ്ചിൽ കണ്ട പോലെ തന്നെ എന്താണ് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ക്വാർട്ടൈൽ ഡീവിയേഷനിൽ Q3 മൈനസ് Q1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എന്താണ് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷന്റെ അബ്സല്യൂട്ട് മെഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, Q3യിൽ നിന്ന് Q1 മൈനസ് ചെയ്യുക, എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് അബ്സല്യൂട്ട് മെഷർ ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ആൻഡ് നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇക്വേഷൻ? Q3 മൈനസ് Q1 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അധികം ചോദിക്കാറുണ്ട്. ഇന്റർ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണുക അല്ലെങ്കിൽ അബ്സല്യൂട്ട് മെഷർ ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് റിലേറ്റീവ് മെഷർ കാണുക എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത നമ്മൾ പറയുന്നത് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ കോ എഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. എന്താണ് കോ എഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ? നേരത്തെ നമ്മൾ ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് പ്ലസ് സ്മോളസ്റ്റ് ആയിരുന്നു റേഞ്ചിൻ്റെത്. അതേപോലെ തന്നെ ഇവിടെ ലാർജസ്റ്റ് ഏതാണ്? Q3 മൈനസ് സ്മോളസ്റ്റ് ഏതാണ്? Q1 ഓൾ ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. അപ്പൊ ഈ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് Q3 കാണേണ്ടത്, എങ്ങനെയാണ് Q1 കാണേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഒരു നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പേജിൽ നിങ്ങൾ ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതുക. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷന് absolute measure കാണാനുള്ള ഇക്വേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആൻഡ് ഇന്റർക്വാർട്ടൈൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ Q3 മൈനസ് Q1 ആണ്. കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇത് എന്തിനാണ് ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ ഡിഗ്രി ഓർ വേരിയേഷൻ ഇൻ ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സീരീസിൽ എന്തെങ്കിലും വാരിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് വാരിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാർട്ടൈൽ ഡീവിയേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പം വാല്യൂസ് ഇപ്പം 1, 2, 8, 7 അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാല്യൂസ് സീരീസിന്റെ എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് കാണുക? അപ്പൊ നമുക്ക് ഇപ്പം 20, 28, 40, 12, 30, 15, 50. ഓക്കെ, 20, 28, 40, 12, 30, 15, 50. അപ്പൊ ഇങ്ങനെ വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒന്നുകിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്. നമ്മൾ അസെൻഡിങ് ഓർഡറിലാക്കുക. ഓക്കെ, അപ്പൊ അസെൻഡിങ് ഓർഡറിലാക്കുമ്പോൾ ആദ്യം ഏറ്റവും ചെറുത്, കൂട്ടത്തിലെ ഏറ്റവും ചെറുത്, പിന്നെ വലുത്, അങ്ങനെ ഏറ്റവും വലുത് ലാസ്റ്റ് ആയിട്ട് എഴുതുക. അപ്പൊ 12, 15, 20, 28, 30, 40, 50. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതൊന്ന് ഓർത്ത് വെക്കണം. അപ്പൊ തന്നിട്ടുള്ള സീരീസ് ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ നിങ്ങൾ അത് അസെൻഡിങ് ഓർഡറിലാക്കണം. നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് ഇക്വേഷൻ? Q1, Q3 ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം Q1 കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? n+1 ബൈ 4th ഐറ്റം. എന്താണ്? n+1 ബൈ 4th ഐറ്റം. അപ്പൊ ഞാനത് ഇക്വേഷൻ ഞാനിപ്പോ അപ്പൊ ഇതേപോലെയാണ്. ദാറ്റ് ഈസ് n+1 ബൈ 4th ഐറ്റം. n+1 n+1 ബൈ 4. ഓക്കെ, അതുപോലെ തന്നെ Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3 into n+1 by 4. ഓക്കെ, അപ്പൊ ആദ്യം n+1 by 4 ഇപ്പൊ 2.75 ആണെങ്കിൽ 3 into n+1 by 4 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കിട്ടിയ ഉത്തരത്തിനോട് നമ്മൾ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, n+1 by 4th ഐറ്റം നമുക്കൊരു ആൻസർ കിട്ടി. ആൻഡ് Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 3 ഉണ്ടല്ലേ, അപ്പൊ 3 കൊടുക്കുക. 3 into n+1 by 4. അപ്പൊ 3 into Q1 അതാണ് എന്ത്? Q3. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് Q1 equal to n+1 by 4th ഐറ്റം. അപ്പൊ എത്ര പിന്നെ സാമ്പിൾ ആണുള്ളത് അല്ലെങ്കിൽ എത്ര വാല്യൂസ് ആണുള്ളത്?
നമ്പർ ഓഫ് ഐറ്റംസ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ 1 2 3 4 5 6 7. അപ്പോൾ 7 ഐറ്റംസ് ആണ്, 7 ആണ് n പ്ലസ് 1/4, ദാറ്റ് ഈസ് 7 പ്ലസ് 1/4, ദാറ്റ് ഈസ് 7 പ്ലസ് 1 ആദ്യം എഴുതുക. 7 പ്ലസ് 1 എത്രയാ? 8. 8/4 അങ്ങനെയാണ് ചെയ്യേണ്ടത്. 8/4 ഐറ്റം, ദാറ്റ് ഈസ് സെക്കൻഡ് ഐറ്റം. അപ്പോൾ ഈ കൂട്ടത്തിൽ രണ്ടാമതായിട്ട് വരുന്ന വാല്യൂ ആണ് നിങ്ങളുടെ Q1. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന വാല്യൂ എന്താണ്? 2.2. സെക്കൻഡ് ഐറ്റം ദാറ്റ് ഈസ് 15 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ Q1 എത്രയാണ്? 15 ആണെന്ന് കിട്ടി. ഇനി Q3 കാണണം. Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അഗെയിൻ 3 into n plus 1 by fourth item. 3 into n plus 1 by fourth item. അപ്പോൾ എന്താണ് n? അഗെയിൻ നിങ്ങൾക്ക് അവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ n പ്ലസ് 1/4 ഐറ്റം ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് 2 ആണ് അല്ലേ? അപ്പോൾ 2 into 3 ദാറ്റ് ഈസ് സിക്സ്ത് ഐറ്റം എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, 3 into 7 plus 1/4 item, that is 3 into 8/4 item, that is 3 into 2, that is equal to sixth item. കിട്ടിയില്ലേ? അപ്പോൾ സിക്സ്ത് ഐറ്റം എത്രയാണ്? സിക്സ്ത് ഐറ്റം അതായത് ആറാമത് വരുന്ന 1 2 3 4 5 6. അപ്പോൾ ആറാമത് വരുന്നത് 40 ആണ്. അപ്പോൾ 40 ആണ് എന്ത്? നമ്മുടെ Q3. ഓക്കെ. ആൻഡ് നമ്മുടെ ക്വാർട്ടൈൽ ഡിവിഷൻ കാണാനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് മെഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 മൈനസ് Q1 ഓൾ ഡിവൈഡഡ് ബൈ 2. Q3 എത്ര കിട്ടി? 40 മൈനസ് 15 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പം 40 മൈനസ് 15 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 40 മൈനസ് 15 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 40 മൈനസ് 15 എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതുകൊണ്ട് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12.5 കിട്ടും. ഓക്കെ. അപ്പോൾ 40 മൈനസ് 15 എന്ന് പറയുന്നത് 25 ആണ്. 25 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 32.5 ആണ്.